നമസ്തേ, ഞാൻ ദൈവജ്ഞ തിലകം വി മുരളീധര വാര്യർ. സദ്ഗമയ ജ്യോതിഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷത്തെക്കുറിച്ചാവട്ടെ. എന്താണ് ജ്യോതിഷം? ജ്യോതിഷം വേദ അംഗങ്ങളിൽ ഒന്നു മാത്രമാണ്. വേദാംഗങ്ങൾ 6 എണ്ണമാണ്. ഇവിടെ ആചാര്യന്മാർ ശ്ലോകം അഥവാ പ്രമാണപ്രകാരം പറയുന്നു: ജ്യോതികൽപ്പോ നിരുക്തഞ്ചാം ശിക്ഷാ വ്യാകരണം തഥാ ഛന്ദോ വിചിതിരേതാനി ഷഡംഗാനി വിദുഹുശ്രുതേന. 6 അംഗങ്ങളാണ് വേദത്തിനുള്ളത്. ആ വേദ അംഗങ്ങളിൽ ഒന്നു മാത്രമാണ് ജ്യോതിഷം. ജ്യോതിഷം ഒരു മനുഷ്യ ശരീരത്തിൽ കണ്ണിന് എന്താണോ പ്രാധാന്യം, വേദാംഗങ്ങളിൽ ജ്യോതിഷത്തിൻ്റെ സ്ഥാനവും അതാണ്. സർവേന്ദ്രിയാണാം നയനം പ്രധാനം. എല്ലാ ഇന്ദ്രിയങ്ങളിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയം കണ്ണാണ്. ഞാൻ പ്രേക്ഷകരെ കാണുന്നതും പ്രേക്ഷകർ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയമായ കണ്ണുകൊണ്ടാണ്. അപ്പോൾ കണ്ണിൻ്റെ സ്ഥാനമാണ് ജ്യോതിഷത്തിൽ അഥവാ വേദാംഗത്തിൽ ജ്യോതിഷത്തിനുള്ളത്. അതുകൊണ്ടാണ് ക്ഷേത്രകാര്യങ്ങളിലും വ്യക്തിപരമായ കാര്യങ്ങളിലും ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും ഒക്കെ ജ്യോതിഷത്തെ ആശ്രയിക്കുന്നതിൻ്റെ കാരണം വേദാംഗങ്ങളിൽ ഒന്നായ ജ്യോതിഷം കണ്ണിൻ്റെ സ്ഥാനമായതുകൊണ്ടാണ്. നമുക്ക് ജ്യോതിഷം എന്ന് പറയുന്നത് നമുക്കൊരു വഴികാട്ടി മാത്രമാണ്. ഒന്നിനെയും നമ്മൾ അന്ധമായി വിശ്വസിക്കേണ്ടതില്ല, മറിച്ച് നമ്മളെല്ലാവരിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാകണം. ജ്യോതിഷം പറയുന്നതും അന്ധവിശ്വാസത്തെ അല്ല, മറിച്ച് അതിൻ്റെ യഥാർത്ഥ വശങ്ങളെയാണ് ജ്യോതിഷത്തിലൂടെ കാണിച്ചു തരുന്നത്. ഇന്ന് ഞാൻ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യവും അതാണ്. 27 നക്ഷത്രങ്ങളാണ് ഉള്ളത്. ഈ 27 നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് എല്ലാവർക്കും ഒരേ ഫലമല്ല. ഒരേ സമയത്ത് ഒരമ്മയ്ക്ക് ട്വിൻസ് ജനിക്കാം, ഇരട്ട കുട്ടികൾ ജനിക്കാം. ഈ ഇരട്ട കുട്ടികൾ ജനിച്ചാലും അവർക്ക് ഒരേ ഫലമല്ല. കാരണം അവരവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിക്കനുസരിച്ചാണ് അവരവരുടെ ഫലത്തിൽ മാറ്റമുണ്ടാകുന്നത്. നക്ഷത്രത്തെ മാത്രം ആശ്രയിച്ചല്ല. എന്നാൽ നക്ഷത്രവും മനുഷ്യ ജീവിതത്തിൽ ഏറെ സ്വാധീനം നക്ഷത്രത്തിനുമുണ്ട്. അതുകൊണ്ട് നക്ഷത്രത്തിൽ ഈ 2020 നവംബർ മാസം 20-ാം തീയതി മുതൽ 2021 ഏപ്രിൽ മാസം 5 തീയതി വരെയുള്ള 136 ദിവസം നക്ഷത്രങ്ങളിൽ മകീര്യം, തിരുവാതിര, പുണർദം അഥവാ മിഥുന രാശിയിലുള്ള മകീര്യം നക്ഷത്രത്തിനും തിരുവാതിര നക്ഷത്രത്തിനും മിഥുനക്കൂറിലുള്ള പുണർദം നക്ഷത്രത്തിനും ഈ 3 നക്ഷത്രക്കാർക്ക് ഈ 136 ദിവസം ഇനി അങ്ങോട്ടേക്ക് ഒരു അനുകൂലമല്ലാത്ത ഒരു കാലഘട്ടമാണ്. അത് ചാരവശാൽ വ്യാഴത്തിൻ്റെയും ശനിയുടെയും അഷ്ടമരാശിയിലെ സ്ഥിതി ഈ നക്ഷത്രക്കാർക്ക് ഉത്തമമായ കാലഘട്ടമല്ല. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. അഷ്ടമ വ്യാഴവും അഷ്ടമശനി കാലഘട്ടവും ഈ മകീര്യം, തിരുവാതിര, പുണർദം മിഥുന രാശിയിലുള്ള നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാലഘട്ടമാണ്. ഈ നക്ഷത്രക്കാർ സാഹസിക പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ, സൈനിക രംഗത്തുള്ളവർ, അഗ്നിയുമായി ബന്ധപ്പെട്ടും വെള്ളവുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മകീര്യം, അതുപോലെ തിരുവാതിര, പുണർദം നക്ഷത്രക്കാർ ഈ ഏപ്രിൽ മാസം 5 തീയതി വരെയുള്ള കാലഘട്ടം വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാലഘട്ടമാണ്. അഗ്നിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ദാസ അന്നകാരോപിവ എന്ന് പറഞ്ഞ് അന്നപ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഇപ്പം അന്നം കൊടുക്കുന്നവർ, ധാരാളം കേറ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാകും. അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നവരുണ്ടാവും. അതുപോലുള്ള അന്നവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, ദേഹണ്ണ പ്രവൃത്തി ചെയ്യുന്നവർ, കാറ്ററിംഗ് പോലുള്ള പ്രവൃത്തി ചെയ്യുന്നവർ, സാഹസിക പ്രവൃത്തികൾ ചെയ്യുന്നവർ, അതുപോലെ അഗ്നി സേന വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർ, സൈനികത്തിൽ പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയേറെ ശ്രദ്ധിക്കണം. അത് ഈ 3 നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും ദോഷമായ ഒരു കാലഘട്ടമാണ് ഈ 136 ദിവസം. അതിലേറെ ദോഷം ഈ സാഹസിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ജ്യോതിഷ ശാസ്ത്രപ്രകാരം ഗ്രഹങ്ങളുടെ സഞ്ചാരസ്ഥിതി കൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. അത് ജനങ്ങൾ ശ്രദ്ധിക്കുക. മുറിവുണ്ടാകുക, ചതവുണ്ടാകുക, ശസ്ത്രക്രിയ, ഓപ്പറേഷൻ, വീഴ്ച ഇത്യാദി കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നൊരു കാലഘട്ടമായതുകൊണ്ട് അത് വളരെയേറെ ശ്രദ്ധിച്ച് ഈശ്വരാധീനപരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ ആചാര്യന്മാർ പറയുന്നു, അഷ്ടമത്തിലെ ശനിയെ കൊണ്ട് അവിടെ മകരരാശിയിലാണ് ശനി. സ്വൽപാത്മജോ, അതുപോലെ നിധനകെ വികലേക്ഷണശ്ച എന്നാണ്. സ്വൽപാത്മജോ, സന്താനങ്ങളെ ചൊല്ലി ദുഃഖിക്കുന്നൊരവസ്ഥ വരും. സന്താനങ്ങൾ ഹേതുകമായിട്ടുള്ള ദുഃഖങ്ങൾ വന്നു ചേരുന്നൊരു കാലഘട്ടമാണ്. സ്വൽപാത്മജോ നിധനകെ, നിധനം എന്ന് പറഞ്ഞാൽ 8ാം ഭാവം, 8ാം ഭാവത്തിൽ നിന്നാൽ വികലേക്ഷണശ്ച, നേത്രരോഗങ്ങൾ, കണ്ണ് സംബന്ധമായ രോഗങ്ങളൊക്കെ വന്നു ചേരുന്നൊരു കാലഘട്ടം. കണ്ണിന് വല്ല വൈകല്യമോ കാര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് അഷ്ടമത്തിലെ ശനി. അതുപോലെ ഹോരയിലെ ആചാര്യൻ പറയുന്നത് നീചഹ എന്നാണ്. അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന കാലം നീചൻ എന്നാണ് പറയുന്നത്. സ്വകുലാചാരഭ്രഷ്ടോ നീച. ആരാണ് നീചൻ എന്ന് ചോദിച്ചാൽ, നീചനായിട്ട് ഈ ഭൂമുഖത്ത് ആരുമില്ല. നമ്മുടെ കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ച് സഞ്ചരിക്കുക, നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് നമുക്ക് ഒരു അഭിവൃദ്ധി ഇല്ലാതെ കണ്ടിരിക്കുക, ഇങ്ങനെയുള്ളൊരു കാലഘട്ടമാണ് നീചകർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മകീര്യം, തിരുവാതിര, പുണർത്തം നക്ഷത്രക്കാർക്ക് നവംബർ 20 തീയതി മുതൽ ഏപ്രിൽ 5 വരെയുള്ള കാലഘട്ടം വളരെ ദോഷപ്പെട്ടൊരു സമയമാണ്. 136 ദിവസം. ഈ കാലഘട്ടത്തിൽ ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, ശ്രീകൃഷ്ണ അഷ്ടോത്തരം ചൊല്ലുക, ശനിയുടെ സ്തോത്രം ചൊല്ലുക, നവഗ്രഹ സ്തോത്രം ചൊല്ലുക, അശ്വത്ഥം, അരയാലുണ്ടെങ്കിൽ അരയാലിന് പ്രദക്ഷിണം വെക്കുക, ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ 136 ദിവസ കാലഘട്ടം നക്ഷത്ര ദിവസം നന്നായിരിക്കും. അതുപോലെ കുടുംബധർമ്മദൈവം ഉള്ളവരാണെങ്കിൽ കുടുംബക്ഷേത്ര ദർശനം ചെയ്യുക, ഗുരുജനങ്ങളെയും ഗുരുഭൂതക്കന്മാരെയും ഒക്കെ സ്മരിക്കുക, പൈതൃകമായ പിതൃകർമ്മങ്ങളോ കാര്യങ്ങളോ ശ്രാദ്ധകർമ്മങ്ങളൊന്നും മുടങ്ങാതെ കണ്ട് അനുഷ്ഠിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഈ നക്ഷത്രക്കാരുള്ള ദോഷശക്തി കുറക്കാൻ വേണ്ടി സാധിക്കും. ഇത് സജ്ജനങ്ങളോട് വീണ്ടും പറയുന്നു, ഇത് അന്ധവിശ്വാസമല്ല. ഗ്രഹങ്ങളുടെ യാത്ര കൊണ്ട് നമുക്ക് വന്നേക്കാവുന്ന ചില ദോഷങ്ങളെ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞാൽ അതിന് പ്രായശ്ചിത്തവും പരിഹാരവും ചെയ്താൽ ഈ ദോഷങ്ങളെയൊക്കെ മറികടക്കാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിലെ ശ്ലോകം നമുക്കറിയാം, ഉദ്ധരേതാത്മനാത്മാനം ആത്മാനം അവസാദയേത് ആത്മൈഹി ആത്മനോ ബന്ധു ആത്മൈരിപുരാത്മന. നമ്മളെ തന്നെ ഒന്ന് ഉണർത്തുകയാണ് വേണ്ടത്. ദോഷങ്ങളുണ്ടെന്ന് കണ്ടാൽ ആ ദോഷത്തെ പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ശക്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, ഉപാസനയിലൂടെ, ആചരണത്തിലൂടെ, അനുഷ്ഠാനത്തിലൂടെ. അതുകൊണ്ട് ഈ 136 ദിവസം മകീര്യം, തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിച്ച് ഈശ്വരാധീനപരമായ കാര്യങ്ങൾ ചെയ്യാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, ഈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇത് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്തേ.